പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. ഏകദേശം അറിയായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആദായ നികുതി വകുപ്പ്. സത്യം പറ, ഈ സിനിമകളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല. എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ 40 കോടിയോളം രൂപ വാങ്ങിയെന്ന കണ്ടെത്തൽ സ്വാഭാവിക നടപടി മാത്രമെന്നാണ് ആദായ വകുപ്പ് പറയുന്നത്. സ്വാഭാവികമായിട്ടും എമ്പുരാന് ശേഷമുണ്ടായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണോ ഇതെന്നുള്ള സംശയമുണ്ടാകാം. എന്നോട് വേണ്ടതിന്റെ കളിയൊന്നും. മാർച്ച് 29-നാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്ന് പൃഥ്വിരാജിന് ഒരു നോട്ടീസ് പോയിരിക്കുന്നത്. ഏതായാലും നിന്നിട്ട് കാര്യമില്ല, മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരൂ. അതിൽ പ്രധാനമായും പറയുന്നത് വരുന്ന ഏപ്രിൽ 29-നകം ചില കാര്യങ്ങൾ വിശദീകരിക്കണമെന്നതാണ്. അതായത് വരുമാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് വിശദീകരണം നൽകേണ്ടത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇത് IT വിഭാഗവുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടുള്ള നടപടി എന്നതാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. നിങ്ങൾ അതിര് കിടക്കുന്നു. ഇപ്പോൾ ഈ പൊടുന്നനെ ഈ ആദായ നികുതി വകുപ്പിന് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സാഹചര്യം എന്താണ്? ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട്? അവരോടൊക്കെ വരാൻ പറയും. INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? ഇവനെ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നുണ്ട്. പുറത്താക്കെ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഇതുമായി ബന്ധപ്പെട്ട് മുൻപും ചില വിശദീകരണങ്ങൾ തേടിയിട്ടുണ്ടെന്നാണ് IT വകുപ്പ് വ്യക്തമാക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ മുൻപിറങ്ങിയ ചിത്രമാണെങ്കിലും ഇപ്പോൾ നിലവിൽ ഒരു അസസ്മെന്റ് ഇയർ കടന്നു വരികയാണ്. അത് അവസാനിക്കുകയാണ്. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? ഈ ഘട്ടത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് IT വിഭാഗം വ്യക്തമാക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ ഇമെയിൽ മുഖേനയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നേരിട്ടോ അല്ലാതെയോ ഇക്കാര്യങ്ങൾ ബോധിപ്പിക്കണം എന്നതാണ് IT വിഭാഗം പറയുന്നത്. സ്വാഭാവിക നടപടിയാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ നിലവിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ ഗോകുലം ഗോപാലിന്റെ കേസിലാണെങ്കിലും അത് മുൻപുള്ള ഒരു ഫെമ കേസാണ്. ആ ഫെമ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അയ്യോ, ഇത് നമ്മുടെ ഹരികൃഷ്ണനല്ലേ? നോട്ടീസ് ഇപ്പോൾ പോയിട്ടുണ്ട്. പൃഥ്വിരാജിന് ഏപ്രിൽ 29-നകം ഇക്കാര്യങ്ങൾ വിശദീകരിക്കണം എന്നതാണ് ഇപ്പോൾ അതിൽ പറയുന്നതായി വ്യക്തമാകുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് ഈ പ്രശ്നം നടക്കില്ല. അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത് സ്വാഭാവിക നടപടിയാണ്. പുതിയതായിട്ട് എടുത്ത കേസുകളൊന്നുമല്ല. അത് തങ്ങളുടെ അസസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. അതോടൊപ്പം തന്നെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഈ ചിത്രം എമ്പുരാൻ ഇറങ്ങി കഴിഞ്ഞ ശേഷമാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മാർച്ച് 29-ന് രാത്രിയാണ് ഈ നോട്ടീസ് പോയിരിക്കുന്നത്. നേരാകാത്ത ഇരിയാലികൾക്ക് നല്ലത് ഇതുപോലുള്ള നാൽക്കാലികൾ തന്നെയാണ് കേട്ടാ. അതിനാരും തൂക്കിക്കൊല്ലൂലല്ലേ.